നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്പിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ചോദ്യം ഹോർഗെ ഹീസസിനോടാണ്. അൽ ഹിലാലിൻ്റെ പരിശീലകനാണ് ഹോർഗെ ഹീസസ്. അദ്ദേഹത്തിൻ്റെ മറുപടി, ലോകത്ത് ഏറ്റവും അധികം പേയ്മെൻറ്റ് ലഭിക്കുന്ന കോച്ചുമാരിൽ ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. പോർച്ചുഗീസ് ഫുട്ബോളിലേക്കോ യൂറോപ്പിലേക്കോ മടങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമേ തൻ്റെ മനസ്സിലില്ല എന്നാണ് ഹോർഗെ ഹീസസ് പറയുന്നത്. താൻ ഹാപ്പിയാണ്, അൽ ഹിലാലിൽ ഹാപ്പിയാണ്, അൽ ഹിലാൽ മികച്ച രൂപത്തിൽ പോകുന്നു എന്ന് തന്നെ പറയുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഒരു സുപ്രഭാതത്തിൽ രാജിവെച്ചിറങ്ങിയിട്ടാണ് റോബർട്ടോ മാൻസിനി സൗദി അറേബ്യയുടെ കോച്ചായിട്ട് പോയത്. അതെല്ലാവരെയും ഞെട്ടിച്ച ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പല സൂപ്പർ താരങ്ങളും സൗദി അറേബ്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സൂപ്പർ കോച്ചുമാർ അവിടെ എത്തുന്നു. ഹോർഗെ ഹീസസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ഹോർഗെ ഹീസസ് എന്ന പോർച്ചുഗീസ് കോച്ച് താൻ തിരികെ പോർച്ചുഗലിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോളിലേക്കോ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടി എബോല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്പോർട്ട് ടിവിയോടാണ് ഇക്കാര്യം സംസാരിക്കുന്നത്. അത് എബോല അവർ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോർച്ചുഗീസ് മാധ്യമമാണ് എബോല. അദ്ദേഹം പറയുന്നു, റൈറ്റ് നൗ ഞാൻ തിരിച്ചെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ നല്ല രൂപത്തിലാണ് പോകുന്നത്. സ്പോർട്ടിംഗ് റിസൾട്ടും അങ്ങനെയാണ്. ഇനി ഫൈനാൻഷ്യലി ആണെങ്കിലോ ഒരു ചാൻസുമില്ല തിരികെ എത്താൻ. ഞാൻ ഇപ്പോൾ വൺ ഓഫ് ദി ഹയസ്റ്റ് പെയ്ഡ് കോച്ചസ് ഇൻ ദി വേൾഡ് ആണ്. ലോകത്ത് ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന കോച്ചുമാരിൽ ഒരാളാണ്. ദെയർഫോർ പോർച്ചുഗലിലേക്കോ യൂറോപ്പിലേക്കോ ഉള്ള തിരിച്ചുപോക്ക് എന്നുള്ളത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. ഇപ്പോൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ പോർച്ചുഗലിന് പുറത്ത് തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു, താരങ്ങളെത്തുന്നു. ഇനി വമ്പൻ കോച്ചുമാർ, ഇപ്പോൾ ഓൾറെഡി മാൻസിനി എത്തി, അതുപോലെ വമ്പൻ കോച്ചുമാർ വരുന്ന സീസണുകളിൽ സൗദി അറേബ്യൻ ഫുട്ബോളിലേക്ക് ഒഴുകിയെത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.